ഐതിഹാസികമായിട്ടുള്ള ഈ പോരാട്ട സമരത്തിന്റെ തുടക്കം കുറിക്കുന്ന ഈ ലോക് ഭവന്റെ മുമ്പിലുള്ള സമരപരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാദരണീയനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ, പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ്, മുൻ KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ, പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ MPമാരും MLAമാരും വർക്കിംഗ് പ്രസിഡന്റുമാർ, DCC പ്രസിഡന്റുമാർ, KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ, തൊഴിലുറപ്പ് തൊഴിലാളി സഹോദരി സഹോദരന്മാരെ, എത്രയും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി ഐതിഹാസികമായിട്ടുള്ള ഒരു സമര പോരാട്ടങ്ങൾക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപകമായി 45 ദിവസക്കാലം നിലനിൽക്കുന്ന മൻരേഗ ബച്ചാവോ സംഗ്രാം എന്ന പേരിൽ ഐതിഹാസികമായിട്ടുള്ള സമരമാണ് പാർട്ടി നടത്തുന്നത്. ഇത് കേവലം ഒരു സമരം മാത്രമല്ല. മൻരേഗ എന്ന് പറയുന്നത് ദരിദ്രരുടെ തൊഴിലവകാശത്തിന്റെ അടിത്തറയാണ്. നമ്മുടെ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ തൊഴിലവകാശത്തിന്റെ അടിത്തറയായിട്ടുള്ള ഈ മൻരേഗയെ കൊല്ലാക്കൊല ചെയ്യാനാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. പാർലമെന്റിലെ എന്റെ സഹപ്രവർത്തകരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ബിൽ അവതരണ വേളയിൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ വാദങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞു ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം, ഇതൊരു വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അനുസരിച്ചില്ല. അർദ്ധരാത്രി സത്യത്തിലൊരു നിയമം എങ്ങനെ ബുൾഡോസ് ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ ജനാഭിലാഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പദ്ധതിയെ കൊല്ലുകയായിരുന്നു. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു കൊല്ലുകയുണ്ടായി. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും സ്വാതന്ത്ര്യസമര നേതാക്കന്മാരെയും അവരുടെ ആശയങ്ങളെയും കൊല്ലാൻ സംഘപരിവാറും BJPയും നരേന്ദ്രമോദിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബില്ലിലൂടെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയിട്ട് ഗാന്ധിയുടെ ആശയത്തെ ഒരിക്കൽ കൂടി BJPയും സംഘപരിവാറും കൊന്നിരിക്കുകയാണ്. ഗാന്ധിയുടെ ആശയമായിരുന്നു ഗ്രാമസ്വരാജ്, നിങ്ങൾക്കറിയാം. ഗാന്ധിയുടെ ആശയമായിരുന്നു പഞ്ചായത്ത് രാജിന്റെ ശാക്തീകരണം. ആ പഞ്ചായത്ത് രാജ് ശാക്തീകരണത്തിന്റെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള മാതൃകയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതി, ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഈ പദ്ധതിയിലൂടെ, ഈ ബില്ലിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ബില്ല് തൊഴിൽ അവകാശമാക്കിയ ബില്ലാണ്. ഇന്ത്യയിലെ ഏത് മൂലയിലുള്ള പഞ്ചായത്തിലും ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായാൽ, തൊഴിലെടുക്കാൻ തയ്യാറായാൽ, അവരുടെ ഡിമാൻഡ് അനുസരിച്ച് തൊഴിൽ പ്രദാനം ചെയ്യാൻ പഞ്ചായത്തിനെ ബാധ്യതയുണ്ടാക്കുന്ന റൈറ്റ് ടു എംപ്ലോയ്മെന്റ് ബില്ലായിരുന്നു അത്. തൊഴിലവകാശമാക്കിയ ബില്ല്. ഈ ക്ലോസിലൂടെ, പുതിയ ഭേദഗതിയിലൂടെ തൊഴിലവകാശം എന്നുള്ളത് സാമ്പത്തിക ബഡ്ജറ്റ് അനുസരിച്ച് സാമ്പത്തിക ബാധ്യത അനുസരിച്ചുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അവർ കൊട്ടിഘോഷിക്കുന്നത്
125 ദിവസമാക്കി, 100-ന് പകരം 120. ഇത് ശുദ്ധഭോഷ്കാണ്. 100 ദിവസമാക്കുന്നതിന് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. 125 ദിവസമാക്കുന്നതിന് ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഈ തൊഴിൽ ഒരിക്കലും സാധ്യമാകാത്ത രീതിയിൽ ഈ നിയമത്തിൽ ഭേദഗതി ഉണ്ടാക്കിയിരിക്കുന്നു. പഴയ നിയമം അനുസരിച്ച്, UPA സർക്കാരിന്റെ നിയമം അനുസരിച്ച്, മൻരേഗ നിയമം അനുസരിച്ച് വേതനത്തിന്റെ 100% കേന്ദ്ര സർക്കാരാണ് കൊടുക്കുക. ഇപ്പൊ വേതനത്തിന്റെ 60% മാത്രം, ഇപ്പൊ 60% ആക്കി. അത് ക്രമേണ കേന്ദ്ര വിഹിതം വീണ്ടും വീണ്ടും കുറക്കുമെന്നുള്ള കാര്യം സംശയം വേണ്ട. ബാക്കി 40% കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് പോലും ഒരു വർഷം 2000 കോടി രൂപ സംസ്ഥാന സർക്കാർ അവരുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കിയാൽ മാത്രമേ കൂലി കൊടുക്കാൻ പറ്റൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഫെഡറൽ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ്. ഇത് പഞ്ചായത്ത് രാജ് എന്ന അധികാര വികേന്ദ്രീകരണ സമ്പ്രദായത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. ഇപ്പോഴത്തെ പുതിയ സ്ഥിതിയനുസരിച്ച്, നിയമമനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും ഒരു പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വേണമോ വേണ്ടവയോ എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം, നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ നോട്ടിഫൈയിങ് പവർ പഞ്ചായത്തിൽ നിന്നും എടുത്തു മാറ്റി കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായിരിക്കും അനുസരിച്ച് ഇത് അധികാര വികേന്ദ്രീകരണമാണോ? പഞ്ചായത്തുകൾ തീരുമാനിക്കേണ്ട കാര്യം കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷനോടെ തീരുമാനിക്കുമെന്ന് പറയുന്നത് ഏത് അധികാര വികേന്ദ്രീകരണത്തെ ശക്തിപ്പെടുത്താനാണ്? പിന്നെ സോഷ്യൽ ഓഡിറ്റിംഗ് ഇപ്പോൾ നിലവിലുണ്ട്. സോഷ്യൽ ഓഡിറ്റിംഗ് ആവാം. പക്ഷെ ഈ പാവപ്പെട്ട വിടിയിരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്ത് തളമ്പിച്ച കൈയുമായി ബയോമെട്രിക് എടുത്ത് മാത്രമേ ഇനി പോകാൻ പറ്റൂ എന്ന് പറയുന്നത് മലമ്പ്രദേശങ്ങളിൽ, ഗിരിപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഈ പദ്ധതിയിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ടല്ലേ? ഫലത്തിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ കോവിഡ് കാലത്ത്, പ്രളയകാലത്ത്, വരൾച്ചാ കാലഘട്ടങ്ങളിൽ, മഹാമാരി വരുന്ന സമയങ്ങളിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ നിലനിർത്തിയിരുന്ന ഈ മഹത്തരമായിട്ടുള്ള തൊഴിൽദാന പദ്ധതിയെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കാനുള്ള RSSന്റെ ഗെയിം പ്ലാനാണിത്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് മാത്രമല്ല, ഗാന്ധിയുടെ ആശയത്തെ, രാമസ്വരാജ്യം എന്ന സങ്കല്പത്തെ, ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ നിർവീര്യമാക്കുന്ന ഒന്നാണിത്. ഇത് പാർലമെന്റിൽ വലിയ ചർച്ചകളാക്കി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ആ ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള UDF അംഗങ്ങൾ അഭിമാനകരമായി എല്ലാ MP മാരും പ്രായഭേദം മറന്ന് നമ്മൾ ബെന്നിയൊക്കെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ച് ഷാഫി പറമ്പൻ ഡെസ്കിന്റെ മുകളിൽ കയറി, ഹൈബീഡനും ഷാഫി പറമ്പനും നമ്മൾ ഡെസ്കിന്റെ മുകളിൽ കയറി എന്ന് പറഞ്ഞ് ഡീൻ കുര്യാക്കോസും ഡെസ്കിന്റെ മുകളിൽ കയറുന്ന അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല. അത്രയേറെ ഹൃദയവേദന ഉണ്ടാവുമായിരുന്നു ആർക്കും. ആ നിയമം പാസാക്കുന്ന ബില്ല് ഞങ്ങൾ അവരോട് കെഞ്ചി യാചിച്ചു, നിങ്ങളിത് പൊതുജനാഭിപ്രായത്തിന് വിടൂ, അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടൂ, ഒരു ചർച്ചയാകട്ടെ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, പാർലമെന്ററി ഡെമോക്രസി അതാണല്ലോ, ചർച്ചയാകട്ടെ. ഇത് നാഗ്പൂരിൽ തീരുമാനിച്ച് പാസാക്കാൻ തീരുമാനിച്ച ഈ കാര്യം പാസാക്കിയേ അടങ്ങൂ. ഞങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല, ഇത് പാസാക്കിയേ അടങ്ങൂ എന്നുള്ള തീരുമാനമാണ്. ഗാന്ധിജിയുടെ പേര് മാറ്റാനുള്ള തീരുമാനം അവർക്ക് പാസാക്കി അടങ്ങുന്ന തീരുമാനമാണ്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുള്ളൂ, ഇത് പാസാക്കി അടങ്ങുമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇതുപോലെ 3 കാർഷിക കരിനിയമങ്ങൾ നിങ്ങൾ പാസാക്കിയിരുന്നു. രാജ്യവ്യാപകമായി കൃഷിക്കാരൻ പ്രക്ഷോഭത്തിലായിരുന്നു, കോൺഗ്രസ് പാർട്ടി പ്രക്ഷോഭത്തിലായിരുന്നു. ഞങ്ങൾ പറഞ്ഞു വന്ന് ഈ കരിനിയമം പാസാക്കിയ കരിനിയമത്തിന് കൈകൊണ്ട് തന്നെ അത് പിൻവലിക്കേണ്ടിയും വരുമെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞു. അത് അക്ഷരം പ്രതി ശരിയായി. അവസാനം ഒരു കാരണവശാലും പിൻവലിക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ കാർഷിക കരിനിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറായ
സാഹചര്യമുണ്ടായി, നിർബന്ധിതമായ സാഹചര്യമുണ്ടാക്കി ഇന്ത്യയിലെ മഹത്തരമായിട്ടുള്ള ജനകീയ മുന്നേറ്റം. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വരുന്ന 40 ദിവസക്കാലം കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം സമരമുഖത്താണ്. പാർട്ടികൾ മാത്രമല്ല, ഈ മൻരേഗ എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കിയെടുക്കാൻ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് നിഷ്പക്ഷമതികളായിട്ടുള്ള ഒരുപാട് NGOകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം സമരമുഖത്താണ്. കാരണം ഇത് ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ തകർക്കുന്ന മോഡി സർക്കാർ നിയമമാണ്. ഇത് ദരിദ്രർക്കെതിരായിട്ടുള്ള മോഡി സർക്കാരിന്റെ ഏറ്റവും കനത്ത ആഘാതമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യുകയാണെന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഈ ലോക് ഭവനിൽ മുമ്പിൽ രാപ്പകൽ സമരമിരുന്നുകൊണ്ട് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നിയമം പിൻവലിക്കുന്നതുവരെയുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും, UDF മുന്നോട്ട് പോകും എന്ന സന്ദേശം കൊടുക്കുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ നിയമവും കാർഷിക കരിനിയമങ്ങളുടെ അതേ രീതിയിൽ പിൻവലിക്കപ്പെടേണ്ടി വരും എന്നുള്ള സാഹചര്യം ഈ നാട്ടിലുണ്ടാക്കും എന്നുള്ളൊരു സംശയം വേണ്ട. അതിലേക്ക് നിങ്ങൾ എല്ലാവരും വരും ദിവസം, ഈ ഒരു ദിവസത്തെ സമരം കൊണ്ടല്ല, വരും ദിവസങ്ങളിൽ ഗ്രാമങ്ങളിൽ ഇതിന്റെ അലയൊലികൾ വരണം, വാർഡുകളിൽ. ഞാൻ കേരളത്തിലെ സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു, ഈ ബില്ല് പാസാക്കിയ ഉടൻ തന്നെ തെലങ്കാന നിയമസഭ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി. ഈ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, പഴയ നിയമം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. കർണാടക നിയമസഭ ഈ അടുത്ത ആഴ്ച അടിയന്തരമായിട്ടുള്ള സമ്മേളനം ഇതിനുവേണ്ടി മാത്രം വിളിച്ചിരിക്കുകയാണ്. ഇത് വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. തെലങ്കാന ഒരു കാര്യം കൂടി ചെയ്തു. തെലങ്കാനയെ എല്ലാ ഗ്രാമസഭകളും വിളിച്ചുകൂട്ടി, ഒരു ഡേറ്റിൽ വിളിച്ചുകൂട്ടി ഗ്രാമസഭകളിൽ പ്രമേയം പാസാക്കി ഞങ്ങൾക്ക് പഴയ ബില്ല് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടു. ഞാൻ കേരള മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങൾ എന്തായാലും 20-ാം തീയതി സമയം കൂടുന്നുണ്ട്. ആ നിയമസഭയിൽ ആദ്യത്തെ അജണ്ടയായിട്ട് പോകേണ്ടത് ഈ പഴയ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കോളായിരിക്കണം നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്. കേരളത്തിലെ ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടണം. കേരളത്തിലെ ഗ്രാമസഭ നമ്മൾ ഇടക്കാലത്ത് നിർവീര്യമാക്കി സർക്കാർ. ആ ഗ്രാമസഭകളെ പുനരുജ്ജീവിപ്പിക്കണം. പാവപ്പെട്ട തൊഴിലാളികളെ കൂടി വിളിക്കണം ആ ഗ്രാമസഭയിൽ. അവിടെ ഒറ്റക്കെട്ടായ ശബ്ദമുയരണം, പ്രമേയമായിട്ട് വരണം. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഈ പദ്ധതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വെളിച്ചം വിടണം എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഞങ്ങളോട് കേന്ദ്രവിരുദ്ധ പ്രശ്നം MP-മാരെ ഇന്നലെ വീണ്ടും കടന്നാക്രമിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു ഒരു പ്രാവശ്യം. പാർലമെന്റിൽ ഞങ്ങൾ MP-മാരിൽ വിളിക്കുന്നു, 2014 മുതലുള്ള MP-മാരിൽ. അവരുടെ ചോദ്യോത്തരം പരിശോധിക്കാം, അവരുടെ 0 ഓവർ ഇന്റർവെൻഷൻ പരിശോധിക്കാം, അവരുടെ 377 പരിശോധിക്കാം, ബില്ലിലെ ചർച്ച പരിശോധിക്കാം, അനൌദ്യോഗിക ബില്ലുകൾ പരിശോധിക്കാം. എല്ലാ ദിവസവും കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MP, ഒരു UDF MP എങ്കിലും കേരളത്തിന്റെ പ്രശ്നങ്ങൾ പറയാതെ ആ പാർലമെന്റ് നടക്കുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നത് വാസ്തവമായിരിക്കെ. ഇങ്ങനെ എല്ലാ ദിവസവും ഇത് ഞങ്ങൾ നിങ്ങളുടെ MP-മാരെ ആക്ഷേപിക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനും മറുപടി പറയേണ്ടത് അത് തമ്മിലൊന്നും താരതമ്യമാണ് ചെയ്യേണ്ടത്. അത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലവാരം ഇപ്പൊ കുറച്ചു നാളായിട്ട്, പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷന് ശേഷം വളരെ താഴെ പോയിരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള പ്രസംഗമായിട്ട് കണക്കിലെടുത്ത് മാറുകയാണ്. അദ്ദേഹം പറഞ്ഞു കേട്ടു, കേന്ദ്രവിരുദ്ധ സമരത്തിൽ കോൺഗ്രസും കൂടെ പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞു, സ്വന്തം വകുപ്പിലെ മന്ത്രിമാരായിട്ടുള്ള, സ്വന്തം മുന്നണിയിലെ കക്ഷിയായിട്ടുള്ള CPI-കാരനെ പോലും അറിയിക്കാതെ ഈ PMC പദ്ധതിയിൽ RSSന്റെ അജണ്ട വെച്ചിട്ട് ഒപ്പിട്ടിട്ട് രഹസ്യമായി ഒപ്പിട്ട് കൊടുത്ത മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മിക അവകാശമാകുന്നത് കേന്ദ്രത്തിനെതിരായിട്ട് പോരാടാൻ? പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ധൈര്യം ഉണ്ടെങ്കിൽ, ആ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന പോലെ ഇവിടെ അല്ലായിരുന്നു ഇന്നലെ വന്നിരിക്കേണ്ടത്? ഇതിനകത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയോട് കേൾപ്പിക്കാനായിരുന്നില്ലേ നിങ്ങളുടെ സമരം വേണ്ടിയിരുന്നത്? ദക്ഷിണാക്ഷി മണ്ഡപത്തില് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്നലത്തെ മെസ്സേജ് പോകേണ്ടത് എവിടെയായിരുന്നു? നിങ്ങൾക്ക് സമരം കേന്ദ്രത്തിനെതിരായിട്ടുള്ള ആത്മാർത്ഥമായ സമരമായിരുന്നെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ഇരുന്നെങ്കിൽ മനസ്സിലാക്കാൻ ഇരിക്കാൻ പറ്റുമോ? പുറത്ത് ഗവർണർക്കെതിരായിട്ടുള്ള പോരാട്ടം, വൈസ് ചാൻസലർമാർ വീതിച്ചെടുക്കുന്ന സമീപനം,
കേരളത്തിലെ വൈസ് ചാൻസലർമാർ, ഗവർണറും മുഖ്യമന്ത്രിയും നമ്മൾ വീതിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. എന്തൊരു SFIക്കാരെ കൊണ്ട് ഇവിടെ സമരം ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവസാനം അതേ സമരം ചെയ്ത ആളുകൾക്ക് തന്നെ വൈസ് ചാൻസലറായിട്ട് മാറ്റുക. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയ സ്റ്റാൻഡാണ് കോൺഗ്രസിന്. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്ന, മതേതരത്വത്തെ തകർക്കുന്ന എല്ലാ സമീപനങ്ങളെയും ഞങ്ങൾ എതിർക്കും. PMC പോലെയുള്ള പദ്ധതി എന്തിനായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കി? കേരളത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അതിൽ ഒപ്പിടുന്നതിന് മുമ്പേ ഒപ്പിടരുത് എന്ന് പറഞ്ഞത്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള കക്ഷികളും പറഞ്ഞു. എന്നിട്ട് സബ് കമ്മിറ്റി ഉണ്ടാക്കുന്നില്ല. എവിടെ പോയി സബ് കമ്മിറ്റി? ബിനോയ് വിശ്വം ഒന്ന് മറുപടി പറയണം. ആ സബ് കമ്മിറ്റി എവിടെ പോയി? ഇത് മുഖ്യമന്ത്രി പറയാൻ തയ്യാറാണ്. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം ഒന്ന് കണ്ണാടി നോക്കണം. ഫാസിസ്റ്റുകൾ സ്വന്തം കണ്ണാടി നോക്കാറില്ല. ആ ചിത്രത്തിലേക്ക് മുഖ്യമന്ത്രി വരരുത് ഫാസിസ്റ്റുകളിൽ. കാരണം കണ്ണാടി നോക്കിയാൽ തങ്ങളുടെ ദുരിതമായ മുഖം കണ്ട് ആ കണ്ണാടി തല്ലിപ്പൊളിക്കുന്ന സ്വഭാവമാണ് ഫാസിസ്റ്റുകൾക്കുള്ളത്. അതുകൊണ്ട് ആ മുഖം, ആ സമീപനം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പോരാടാം. ഈ തൊഴിൽദാന പദ്ധതി നമുക്ക് ഉണ്ടായേ പറ്റൂ. സോണിയാഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും ഈ നാടിന് കൊടുത്ത ഏറ്റവും മഹത്തരമായ തൊഴിൽദാന പദ്ധതിയാണിത്. അവരുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് അവിടെയാണ്. പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ജീവിക്കാൻ അവകാശമുള്ള തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടിയുമായി നമ്മൾ മുന്നോട്ട് പോകും. അത് തിരിച്ചെടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. അതിന്റെ ഈ ഐതിഹാസിക സമരത്തിന് നേതൃത്വം കൊടുത്തവർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഐതിഹാസികമായ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.